ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് പാൽക്കുടി അഥവാ ഫീഡിങ്. അപ്പോൾ നമ്മളെല്ലാം അറിയണത്തോലെ നമ്മൾ മോമുടെ അറയിലോട്ട് കയറി വരുന്നത് ഞാൻ. അപ്പം എൻ്റെ തോട്ടം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ കരയുന്നതൊക്കെ വിശന്നിട്ടാണെന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം ഞാൻ വാവ കരയുന്നു ഫീഡ് ചെയ്യുന്നു, വാവ കരയുന്നു ഫീഡ് ചെയ്യുന്നു, അങ്ങനെയായിരുന്നു. പക്ഷെ ഒരു സമയത്തെപ്പോഴത്തേക്കും ഞാൻ അത് മനസ്സിലാക്കി. കാരണം വാവ ഊസ് ഔട്ട് ചെയ്യുന്നു, കക്കുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇത് ഓവർ ഫെഡാണ്, കുഞ്ഞുങ്ങൾക്ക് ഇത്രയും മിൽക്കിൻ്റെ ആവശ്യമില്ല, കാരണം കുഞ്ഞ് സ്റ്റമക്കാണല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ കരയുന്നതൊക്കെ വിശപ്പിന് വേണ്ടിയിട്ടല്ല, വാശി ഉറക്കത്തിന് നമ്മളൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ വോംത്തിന്, പാഡ് ചേഞ്ചിങ്, ഇറിറ്റേഷൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണെന്ന് ഡേ ബൈ ഡേ നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണല്ലോ വെപ്പ്. അപ്പം അങ്ങനെ മനസ്സിലാക്കിയിരിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങളെങ്ങാനും കരഞ്ഞാൽ അല്ലെങ്കിൽ ചിണുങ്ങിയാൽ ഓരോരുത്തർ അയ്യോ കുഞ്ഞ് കരയുന്ന വിശന്നിട്ടായിരിക്കേ പാലിക്കട്ടെ, ഇനി അഥവാ കയ്യാങ്കാനും വായിലോട്ടിട്ടാ അയ്യോ കുഞ്ഞ് വായിലിടുന്ന കിടന്ന് നല്ല വിശക്കുന്നുണ്ടല്ലേ വാവേ, അമ്മേനെ കൊടുക്കാമേ. കുഞ്ഞുങ്ങൾ കൈ വായിലിടുന്നത് വിശപ്പിന് വേണ്ടി മാത്രമല്ല, അതവരുടെ മൈൽ സ്റ്റോൺ ആണ്, അതവരുടെ ബ്രെയിൻ ബോഡി കോർഡിനേഷൻ ആണ്. അവർക്ക് വേറെ ആക്ടിവിറ്റി ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ. ആൻഡ് നമ്മളിത് കേൾക്കാത്ത പോലെ ഇരിക്കും. നമ്മളിങ്ങനെ മൈൻഡ് ചെയ്യാതെ നിൽക്കുമ്പോൾ അവരായിരിക്കും ഇത് എന്തൊരു സാധനമാണ്, കുഞ്ഞ് കിടന്ന് കരഞ്ഞിട്ട് ഒരു റിയാക്ഷനും ഇല്ല, ഒരു മൈൻഡും ഇല്ല, എന്തൊരു ദുഷ്ട തള്ളയാണെന്നൊക്കെ. കാരണം നമ്മളൊരു 5 മിനിറ്റ്സ് മുന്നേ ഫീഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, അത് നമുക്കറിയാം. ആൻഡ് ഇവർ നമ്മളെ അങ്ങോട്ട് മാനിപ്പുലേറ്റ് ചെയ്യുവേ. അപ്പോൾ നമ്മൾ ആലോചിക്കും പാല് കൊടുത്തില്ലേ, അതോ ഒന്നും വന്നില്ലേ, അതോ വറ്റിപ്പോയാ എന്ന് വരെ നമ്മൾ അങ്ങനെ വിതുരുമ്പിച്ചു പോകും. അങ്ങനെ നമ്മൾ നിർബന്ധിതരായി പാല് കുടിക്കേണ്ടി വരുന്ന ഒരുപാട് സാഹചര്യമുണ്ട്, നമ്മളങ്ങനെ കൊടുത്തു പോകും. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അറിവ് തെറ്റല്ല, അത് പകർന്ന് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഉപദ്രവിക്കരുത്. നിങ്ങൾക്ക് അത്രയ്ക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങും, സമ്പാദിക്കൂ, എൻ്റർടൈൻ ചെയ്യൂ. അല്ലാണ്ട് അമ്മമാരെ ഉപദ്രവിക്കരുത്. അവരൊന്ന് ഇരുന്നോട്ടെ, അവരൊന്ന് ശ്വാസം വിട്ടോട്ടെ. ഓക്കെ. ആൻഡ് അമ്മമാർ ദുഷ്ടകളൊന്നുമല്ല, പാല് കൊടുക്കും നമ്മുടെ കുഞ്ഞല്ലേ. ആൻഡ് ഇറ്റ്സ് ഫ്രീ ആൻഡ് അൺലിമിറ്റഡ്, ഫ്രീ കോസ്റ്റ് അല്ലേ. അപ്പം നമ്മൾ എന്തിനു കൊടുക്കാതിരിക്കണം, നമ്മൾ നമ്മുടെ കുഞ്ഞിന് കൊടുക്കും ആവശ്യത്തിന്. ഓക്കെ. അതിൽ നിങ്ങൾ റെഗുലർ ആവശ്യമില്ല, നിങ്ങൾ ഖേദിക്കേണ്ട. ഓക്കെ. എന്തിനാണ് വെറുതെ? ഞാൻ മനസ്സിലാക്കി, കാരണം ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല, എൻ്റെ തോട്ടും അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ മനസ്സിലാക്കി, എന്നെ കെട്ടിയോ മനസ്സിലാക്കി, ഇപ്പം നിങ്ങളൊക്കെ മനസ്സിലാക്കുക. അല്ലാതെ അമ്മമാരെ